കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ചില 600 കോടിയുടെ പടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദിപുരുഷൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ആദിപുരുഷിന്റെ ക്ഷീണം മാറിയിട്ടുണ്ട്. പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. പ്രഭാസിനെ എനിക്ക് ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചനെ. കുഴപ്പമില്ല, നല്ല പടം. പ്രഭാസ് വിളിച്ചു സലാറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണോ? ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റും പ്രഭാസിന്റെ മൊത്തത്തിൽ പടം. പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവ് പറയാമോ? പ്രഭാസിന് എല്ലാവരും ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തേക്കണം. മൊത്തത്തിൽ എങ്ങനെ ഒരു ബാഹുബലി സെറ്റപ്പ് ആണോ? ബാഹുബലി ഒന്നല്ല, അതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് എനിക്ക് നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്ത്യൻ സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതിന് അതിനേക്കാളൊക്കെ ഒരുപടി മേളിൽ നിൽക്കുന്ന ഒരു പടമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് അനാവശ്യ സീനുണ്ട്, സെക്കൻഡ് ഹാഫ് വേൾഡ് ക്ലാസ്, ഒരു രക്ഷയില്ല. മറ്റേ ആദിപുരുഷിന്റെ ക്ഷീണം മാറിയിട്ടുണ്ട്. പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. പ്രഭാസിനെ എനിക്ക് ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചനെ. കൊള്ളാം, നൈസായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആക്ഷൻസ് ഒക്കെ? ഇടും. VFX ഒക്കെ ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ച് അല്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചനെ തന്നെയാണ്. പ്രഭാസ് കൊള്ളാം. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ യൂഷ്വലി ഇപ്പോൾ സലാറിലും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സാഹോ, അത് തന്നെ സാഹോ വൈബ്, അങ്ങനെ കുറച്ച് പുള്ളിയുടെ സംസാരമൊക്കെ ചിലത് അങ്ങനെ ഉണ്ടായിരുന്നു. ബാക്കി കുഴപ്പമില്ല. VFX കാര്യങ്ങളൊക്കെ VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ചില 600 കോടിയുടെ പടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദിപുരുഷൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ഓക്കെ, നല്ല പടമായിരുന്നു. പ്രഭാസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ബാഹുബലി സെറ്റപ്പ് ഉണ്ടോ? അതിനേക്കാൾ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഒരു മാസ് ആക്ഷനാണോ പടം? ഒരു മാസ് ത്രില്ലിംഗ്, ഒരു സയൻസ് ഫിക്ഷനാണ്.